ആലപ്പുഴ ദേശീയ പാതയിൽ വാഹനാപകടത്തിൽ 5 മരണം. അമ്പലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിൽ പുലർച്ചെ 1:30 കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. തിരുവനന്തപുരം പെരിങ്കടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദ്, ഷിജു ദാസ്, സച്ചിൻ, സുമോദ്, കൊല്ലം മൺട്രോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരാണ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് അപകട കാരണം? ഈ കാറിലുള്ള എല്ലാവരും മരണപ്പെട്ടോ? രഞ്ജിത്ത്, അതീവ ദുഃഖകരമായ വാർത്തയാണ് ആലപ്പുഴയിൽ നിന്നും നൽകാനുള്ളത്. ഇന്ന് പുലർച്ചെ 1:30 ആലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത്, അതായത് എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന കാറും ഒപ്പം തന്നെ ഓപ്പോസിറ്റ് എതിർവശത്തു നിന്ന് വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചത്. കാറ് അമിത വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപകടത്തിൽ തന്നെ കാർ പൂർണ്ണമായും തകരുകയും 4 പേര് തൽക്ഷണം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാളെ തൊട്ടടുത്തുള്ള വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് അയാൾ മരണമടയുകയായിരുന്നു. ഇവരുടെ കാറിലുണ്ടായിരുന്നവരുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരം പെരുങ്കടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദ്, ഷിജു ദാസ്, സച്ചിൻ, സുമോദ്, കൊല്ലം മൺട്രോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവർ ISROയില് ക്യാൻറ്റീൻ നടത്തുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലേക്ക് അവരെ ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് അമ്പലപ്പുഴ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ലോറി ഡ്രൈവറും ക്ലീനറും കസ്റ്റഡിയിലുണ്ട്. കാറ് വേഗത്തിലായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ അപകടം നടന്നതിന് ശേഷം കാറ് വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ആ സ്പോട്ടിൽ തന്നെ 4 പേര് മരിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ആ വണ്ടിക്കുള്ളിൽ ആളുകൾ സ്റ്റക്കായ അവസ്ഥയിലായിരുന്നു. ഇവരെ പുറത്തെടുക്കാൻ തന്നെ വളരെ ശ്രമകരമായി ആണ് ഇവരെ പുറത്ത് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, അമ്പലപ്പുഴ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതിൽ ഏറ്റവും റോഡിന്റെ വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ കാക്കാഴം ഓവർബ്രിഡ്ജ് ഇറങ്ങുന്ന ഭാഗം. സാധാരണഗതിയിൽ അവിടേക്ക് വാഹനങ്ങൾ കയറുമ്പോൾ വേഗത കുറഞ്ഞാണ് കയറാറുള്ളത്. ഇത് പുലർച്ചെ 1:30 ഇനി മറ്റ് വിശദാംശങ്ങൾ എന്താണെന്ന് ലഭ്യമായിട്ടില്ല. ഉറങ്ങിപ്പോയതോ മറ്റോ ആണോ എന്നുള്ളത് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും ആദ്യം ഘട്ടം എന്ന് പറയുന്നത് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാരും പോലീസും ചേർന്ന്, അമ്പലപ്പുഴ പോലീസും ചേർന്ന് ശ്രമകരമായ ദൗത്യത്തിന് ശേഷമാണ് ഇവരെ പുറത്തെത്തിക്കാനും ഒപ്പം തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ്, അങ്ങോട്ട് എത്തിക്കാനുമായി കഴിഞ്ഞത്. പക്ഷേ ആരുടെയും തന്നെ ജീവൻ രക്ഷിക്കാനായില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതീവ ദുഃഖകരമായ ഒരു അപകടം. 5 പേരും മരിക്കുന്നു അപകടത്തിൽ. ശരണ്യ, ഇവർ ഈ ISROയിലെ ക്യാൻറ്റീൻ ജീവനക്കാരാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരെങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു? ഈ 5 പേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തന്നെയാണോ? അങ്ങനെയാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. മറ്റ് ഇവരുടെ ID കാർഡുകളൊക്കെ ലഭ്യമായിട്ടുണ്ട് പോലീസിന്. പക്ഷേ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവരെത്തിയാൽ മാത്രമേ ഇവരെന്തിനാണ് ഒരുമിച്ച് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. കൊല്ലത്തുള്ള ഒരാളും ബാക്കിയുള്ളവർ തിരുവനന്തപുരംകാരുമാണ്. എറണാകുളം ഭാഗത്തേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, എറണാകുളത്ത് എവിടെ പോകുന്നു എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. അവർക്ക് അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പൊ ബന്ധുക്കള് അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് നമുക്ക് അമ്പലപ്പുഴ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവർ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. പിന്നെ എന്താണ് അവിടെയുള്ള CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്, എന്താണ് ഇത്തരത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. പക്ഷെ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വേഗത കാറിന് കൂടുതലായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ സംഭവത്തിൽ ലോറി ഡ്രൈവറും ഒപ്പം തന്നെ ക്ലീനറും പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. പക്ഷെ അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. 1:30 മണിയാണെങ്കിൽ പോലും ആളുകൾക്ക് ധാരാളം ഉണ്ടായിരുന്നു. ഒരുപറ്റം ചെറുപ്പക്കാരും ഒപ്പം തന്നെ അമ്പലപ്പുഴ പോലീസും ചേർന്ന് നടത്തിയ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായാണ് ഈ കാറ് വെട്ടിപ്പൊളിച്ച് ഇവരെ പുറത്തിറങ്ങുന്നത്. കാരണം ചെറിയ ഓട്ടോക്കാരായിരുന്നു. അത് പൂർണ്ണമായും ഇടിച്ച് ചെറിയ കാറ് മൊത്തം തകർന്നിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അതിനകത്ത് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം, അവര് അകത്ത് തന്നെ ആളുകള് ഒരു മരിച്ച അവസ്ഥയിൽ തന്നെ ആയിരുന്നു. അതിന് ഒരാൾക്ക് മാത്രമാണ് അല്പമെങ്കിലും ജീവൻ ഉണ്ടായിരുന്നത്. കുറേ നേരത്തിന് ശ്രമിച്ചതിന് ശേഷമാണ് ഇവരെ പുറത്തിറക്കുന്നത് പോലും. അതിനുശേഷമാണ് ഇവരെ വണ്ടാനത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ വണ്ടാനത്തേക്ക് എത്തുമ്പോൾ 4 പേര് മരിച്ചിരുന്നു. ഒരാൾക്ക് അല്പം ജീവൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും പിന്നീട് മരണപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ വലിയ അതിദാരുണമായ ഒരു അപകടം തന്നെയാണ് ആലപ്പുഴയിൽ ഇന്ന് പുലർച്ചയോടെ സംഭവിച്ചിട്ടുള്ളത്. കാക്കാഴം ഓവർബ്രിഡ്ജ് മേൽപ്പാലത്തിൽ നിന്ന് ഇറങ്ങി വന്ന വാഹനമാണ്, എറണാകുളം ഭാഗത്തേക്ക് പോയ വാഹനമാണ് എതിർദിശയിൽ വന്ന ലോറിയുമായി കൂട്ടിയിടിച്ചിട്ടുള്ളത്. ISROയിൽ ക്യാൻറ്റീൻ നടത്തുന്ന ജീവനക്കാരാണ് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അവരുടെ വിശദാംശങ്ങൾ, പേര് വിവരങ്ങൾ ഒക്കെ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ID കാർഡുകളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോലീസിന്
ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വിശദമാക്കുന്നത് തിരുവനന്തപുരം പെരിങ്കടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദിന് 24 വയസ്സാണ്, ഷിജു ദാസ് 24 വയസ്സും, ഒപ്പം തന്നെ സച്ചിൻ, സുമോദ്, കൊല്ലം മൺറോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരാണ് മരിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും ഒരു 24-26 വയസ്സുള്ള ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ്. 1:30 മണിക്ക് നടന്ന അപകടത്തിൽ ആ കാറിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ് ആ വാഹനം. എന്തായാലും അതീവ ദുഃഖകരമെന്ന് തന്നെ പറയാം രഞ്ജിത്ത്. ആലപ്പുഴ ദേശീയപാതയിൽ അമ്പലപ്പുഴയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് ആണ് ഇപ്പോൾ 5 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ദേശീയപാതയിൽ കാക്കാഴത്ത്, അമ്പലപ്പുഴ കാക്കാഴത്താണ് ഈ വലിയ ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ISROയിലെ ക്യാൻറ്റീൻ ജീവനക്കാരായ 5 പേരാണ് എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. അപകട കാരണം പോലീസ് ഒരുപക്ഷെ അമിതവേഗമാകാം, അല്ലെങ്കിൽ യാത്രക്കാർ ഉറങ്ങിപ്പോയതാകാം. ഈ പ്രദേശം നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ ഏറെ ഒരു നാരോ, റോഡിന് വീതി കുറവായ പ്രദേശം കൂടിയാണ്. നിരവധി അപകടങ്ങൾ ഈ ഭാഗത്ത് നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്. വെളുപ്പിനെ 1:30 മണിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. 5 പേർ, 4 പേരും തൽക്ഷണം മരിച്ചു. ഒരാൾ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണപ്പെടുകയായിരുന്നു. മറ്റു ചില വാർത്തകളിലേക്ക്. കാസർഗോഡ് കുണ്ടംകുഴിയിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. നീർക്കയിലെ ടിപ്പർ ഡ്രൈവർ ചന്ദ്രന്റെ ഭാര്യ നാരായണി, മകൾ 12 വയസ്സുള്ള ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത്. നാരായണിയെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മകൾ ശ്രീനന്ദയുടെ മൃതദേഹം വീടിനകത്ത് കിടപ്പുമുറിയിൽ ആണ് കണ്ടത്. ശ്രീനന്ദ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കൊട്ടാരക്കര ആയൂരിൽ മദ്യപ സംഘങ്ങളുടെ ആക്രമണത്തിൽ ഗ്രഹനാഥൻ ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പരാതി നൽകി. മകളോട് മോശമായി സംസാരിച്ചതിന് ചോദ്യം ചെയ്ത പിതാവ് അജയകുമാറിന് മർദ്ദനമേറ്റത്തിലുള്ള മനോവിഷമത്തിൽ തൂങ്ങി മരിച്ചതാണെന്ന് ബന്ധുക്കളുടെ പരാതിയിൽ പറയുന്നു. ചടയമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബുധനാഴ്ച 8 മണിയോടെയാണ് സംഭവം. +2 പഠിക്കുന്ന മകളെയും കൂട്ടി അജയകുമാർ ബൈക്കിൽ വരുമ്പോൾ വീടിന് സമീപത്ത് വെച്ച് ഒരു സംഘം മദ്യപാനികൾ മകളോട് അസഭ്യം പറഞ്ഞെന്നാണ് പരാതി. മകളെ വീട്ടിലാക്കിയതിനു ശേഷം പിതാവ് അജയകുമാർ മദ്യപ സംഘത്തെ ചോദ്യം ചെയ്തതിലുള്ള വിരോധം സംഘർഷത്തിലെത്തിക്കുകയായിരുന്നു. ട്യൂഷൻ കഴിഞ്ഞ് രാത്രി വഴി നിൽപ്പുണ്ടായിരുന്നു. അപ്പം വരുന്ന വഴി എന്നെ പറഞ്ഞു, എന്നെ മോശമായിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്നെ അച്ഛൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ചോദിക്കാൻ ചെന്നതാണ്. അപ്പോൾ അച്ഛൻ അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കൊക്കെ ഉണ്ടായി. കണ്ണിലൊക്കെ നല്ല പരിക്കേറ്റിരുന്നു, മുഖത്തൊക്കെ നല്ല അടിയുണ്ടായിരുന്നു, ചവിട്ടുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു അച്ഛൻ. നിലവിളി കേട്ട് ഓടിയെത്തിയ സമീപവാസി അജയകുമാറിനെ അക്രമി സംഘത്തിൽ നിന്ന് പിടിച്ചുമാറ്റുകയായിരുന്നു. വീട്ടിലെത്തിയിട്ടും അജയകുമാർ ആരോടും ഒന്നും സംസാരിച്ചിരുന്നില്ല. വ്യാഴാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അജയകുമാർ ദൂരേക്ക് നടന്നു പോകുന്നതാണ് വീട്ടുകാർ കണ്ടത്. ഓട്ടോ ഡ്രൈവർ ഫൈസൽ, കണ്ടാൽ അറിയാകുന്ന 3 പേർ എന്നിവർക്കെതിരെയാണ് കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത ചടയമംഗലം പോലീസ് 2 ഓട്ടോറിക്ഷകൾ കസ്റ്റഡിയിലെടുത്തെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ന്യൂസ് 18 കൊട്ടാരക്കര. പശ്ചിമഘട്ട സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട നീർച്ചാൽ മാപ്പിംഗിന് തുടക്കമായി. ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ മാപ്പിംഗ് ഉദ്ഘാടനം ചെയ്തു. നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സം നേരിടുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇത് ക്രമപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണമെന്നും മന്ത്രി പറഞ്ഞു. തുടർച്ചയായി ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്ന് സഹായം കൊടുക്കുകയും പങ്കാളിത്തം വഹിക്കുകയും ഇതിന്റെ ഭാഗമായി മാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായി നോക്കാം. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം എന്ന പദ്ധതിയിലെ നീർച്ചാൽ മാപ്പിംഗ് പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നത്. എം എം മണി MLA അധ്യക്ഷത വഹിച്ചു. വാഴൂർ സോമൻ MLA, നവകേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കൃഷിവകുപ്പിന്റെ ലക്ഷങ്ങൾ വില വരുന്ന കാർഷിക യന്ത്രങ്ങൾ ഉപയോഗമില്ലാതെ നശിക്കുന്നു. ഒളവറ, ഉടുമ്പന്തല പാടശേഖര സമിതികൾക്ക് നൽകിയ യന്ത്രങ്ങളാണ് ഇവ. മെതിയന്ത്രം, കൊയ്ത്ത് യന്ത്രം, പവർ ടില്ലറുകൾ എന്നിവയാണ് മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പാടശേഖര സമിതികൾക്ക് നൽകിയ കാർഷിക ഉപകരണങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാണ്. എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന കാർഷിക യന്ത്രങ്ങൾ പലയിടത്തും തുരുമ്പെടുത്ത് നശിക്കുകയാണ്.
ഈ യന്ത്രങ്ങളുടെ നിലവിലെ അവസ്ഥ പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടൽ നടത്തുകയും വേണം. ഈ കാണുന്ന യന്ത്രങ്ങൾ കൃഷിവകുപ്പ് ഒളവറ ഉടുമ്പുന്തല പാടശേഖര സമിതിക്ക് നൽകിയതാണ്. യന്ത്രങ്ങൾ പ്രദേശത്തെ വയലുകൾക്ക് അനുയോജ്യമാണോ, സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ടോ എന്നിവയെല്ലാം പരിശോധിച്ചാണ് പാടശേഖര സമിതിക്ക് നൽകേണ്ടത്. വിശാലമായ പാടശേഖരങ്ങളിൽ ഉപയോഗിക്കേണ്ട യന്ത്രങ്ങളാണ് തങ്ങൾക്ക് നൽകിയതെന്ന് കർഷകർ പറയുന്നു. സൂക്ഷിക്കാൻ സൗകര്യമില്ലാതെ ഇവയെല്ലാം പാടശേഖര സമിതി ഭാരവാഹികളുടെ വീട്ടിലും പരിസരങ്ങളിലുമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് തകരാറിലായതിനെ തുടർന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിൽ. 15 കോടി രൂപ മുടക്കി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ലിഫ്റ്റാണ് തകരാറിലായത്. രോഗികളെ മുകൾ നിലകളിലേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയിലാണ് നിലവിൽ. ഇടുക്കിയിലെ പ്രമുഖ സർക്കാർ ആശുപത്രികളിലൊന്നാണ് തൊടുപുഴയിലേത്. ദിവസവും നൂറുകണക്കിന് പേർ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. ലിഫ്റ്റ് തകരാറിലായതിനാൽ കിടപ്പ് രോഗികളും കൂട്ടിരിപ്പുകാരും അനുഭവിക്കുന്നത് തീരാ ദുരിതമാണ്. അപ്പോൾ ഒരു 80 വയസ്സിലധികം പ്രായമുള്ള ഒരു വെറുതെ ഒരു സഹോദരിയെ ഇവിടെ അഡ്മിറ്റാക്കാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാനാണ് അവരോട് പറഞ്ഞത്. 3-ാം നിലയിലേക്ക് കയറിപ്പോകാൻ പറ്റാത്ത ആളാണ്, അവശതയായിട്ടുള്ള ആളാണ്. അപ്പോൾ അവർ പുറത്തുനിന്ന് ആളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനോട് കൂടിയാണ് പിടിച്ച് മുകളിൽ കയറ്റിയത്. വീതി കുറവുള്ള സ്റ്റെപ്പ് വഴി സ്ട്രെച്ചറിൽ രോഗികളെ എടുത്തുകൊണ്ടുപോവുക ഏറെ ബുദ്ധിമുട്ടാണ്. അതിനാൽ മുകൾ നിലയിലെ വാർഡുകളിലേക്ക് കിടപ്പ് രോഗികളെ കസേരയിൽ ഇരുത്തി ചുമന്നു കൊണ്ടുപോവുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞവരെ പോലും ഇത്തരത്തിലാണ് എത്തിക്കുന്നതെന്ന് കൂട്ടിരിപ്പുകാർ പറയുന്നു. ബുദ്ധിമുട്ടുണ്ടെന്നേ, കാരണം കയറി ഇറങ്ങി നടക്കണം, പിന്നെ രോഗിയെ കൊണ്ടുപോകാനുള്ള പാട്. ഞങ്ങൾ കസേരയിൽ ഇവിടുന്ന് ഇങ്ങനെ എൻ്റെ 2 മക്കളും ഞാനും വേറെ ആളും കൂടി ഇങ്ങനെ എടുത്ത് കയറ്റിക്കൊണ്ട് പോവുകയായി. 2 ആഴ്ച മുമ്പാണ് ലിഫ്റ്റ് തകരാറിലായത്. ലിഫ്റ്റ് സ്ഥാപിച്ച ചെന്നൈ ആസ്ഥാനമായുള്ള കമ്പനി അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും തകരാർ പരിഹരിക്കാനായില്ല. 3 വർഷം മുമ്പ് സ്ഥാപിച്ച പുതിയ കെട്ടിടത്തിലെ ലിഫ്റ്റ് തകരാറിലായത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. കെട്ടിട സമുച്ചയത്തിൽ 2ാമത്തെ ലിഫ്റ്റ് സ്ഥാപിക്കാനുള്ള നടപടികളും എങ്ങുമെത്തിയില്ല. ന്യൂസ് 18 തൊടുപുഴ. ഇടുക്കി ഹൈറേഞ്ചിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന മക്കുവള്ളി ഉൾപ്പെടെയുള്ള പാടശേഖരങ്ങൾ തരിശായി മാറുന്നു. 10,000-കണക്കിന് പറ നെല്ല് വിളഞ്ഞിരുന്ന പല പാടശേഖരങ്ങളും ഇപ്പോൾ പാവലും പയറും ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികൾക്ക് വഴിമാറി. ഒരു കാലത്ത് 10,000 പറ നെല്ല് കൊയ്തിരുന്ന വയലുകൾ പലതും ഇപ്പോൾ തരിശായി മാറി. ചിലയിടങ്ങളിൽ മാത്രമായി ഹൈറേഞ്ചിലെ നെൽകൃഷി ചുരുങ്ങി. പണ്ടത്തെ പാടശേഖരങ്ങൾ പലതും വാഴയും കപ്പയും പച്ചക്കറി ഇനങ്ങൾക്കുമായി കർഷകർ വകമാറ്റി. ജോലിക്കൂലിയും മറ്റു ഉൽപാദന ചെലവുകളും വർദ്ധിച്ചതാണ് നെൽകൃഷിയിൽ നിന്നും കർഷകരെ പിന്നോട്ട് വലിച്ചത്. ഒന്നാമത്തെ പണിക്കാരില്ല, അന്യ നാട്ടിൽ നിന്ന് വേണം പണിക്കാർ വരാൻ. ഇവിടെ ഇങ്ങനെ ചില്ലറ പണിക്കൊക്കെ എല്ലാവർക്കും ഭൂമിയൊക്കെ ഉള്ളവരാ, അതാണ് കൂലിപ്പണിക്ക് ആൾ വരില്ലാത്തത്. ഇവിടെ ഇപ്പോൾ പണിയാൻ കണ്ടത്ത് പണിയാൻ ആരും തന്നെ ഇല്ല. ഇത് കൊയ്യാനാണ് തീരെ ബുദ്ധിമുട്ട്. ഒരു കൊയ്തെടുക്കണ്ടേ, വിതച്ചുണ്ടാക്കിയാൽ പോരല്ലോ. ഈ കൊയ്യാൻ ഒരാളോ 2 പേരോ കൊണ്ട് കൊയ്ത്ത് നടക്കുകയില്ല. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കുവള്ളി പാടശേഖരത്തിലെ സ്ഥിതിയും മറിച്ചല്ല. നെൽകൃഷി ചെയ്തിരുന്ന പല കർഷകരും ഇപ്പോൾ പയറും പാവലും വാഴയും ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളിലേക്ക് തിരിഞ്ഞു. പുറമേ നിന്നെത്തുന്ന അരിക്ക് അടിക്കടി വില വർദ്ധിക്കുമ്പോഴും നാട്ടിലെ നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുവാനോ കർഷകർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുവാനോ സർക്കാർ തയ്യാറാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കൃഷിവകുപ്പിൽ നിന്നും നെൽകൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കർഷകരെയെങ്കിലും ഈ രംഗത്ത് പിടിച്ചു നിർത്താനാവൂ. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് ബാധിച്ചു മരിച്ച കോഴിക്കോട് എടച്ചേരി സ്വദേശി കുയിമ്പിൽ സോമന് കവിതകളിലൂടെ പുനർജന്മം. സോമൻ എഴുതിയ കവിതകളുടെ സമാഹാരമായ കണ്ണീർക്കണമാണ് പുറത്തിറക്കിയത്. കാന്തിയെ തെല്ലിടയോർത്തു നോക്കൂ, മുന്നിൽ തിളങ്ങുന്ന ദീപമേ നീ നിന്റെ. സോമൻ മരിച്ചിട്ട് 1.5 വർഷം കഴിയുമ്പോഴാണ് കവിതകൾ പുസ്തകരൂപത്തിൽ ഇറങ്ങുന്നത്. അധികം ആരും കാണാതെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച കവിതകൾ ഭാര്യയും മക്കളുമാണ് ആദ്യം കാണുന്നത്. സോമന്റെ 1ാം ചരമവാർഷികത്തിൽ സഹോദരൻ വത്സരാജ് കവിത ആലപിച്ചതാണ് പുസ്തകമാക്കുന്നതിന് നിമിത്തമായത്. ഇത്തരത്തിൽ നിരവധി കവിതകളുണ്ടെന്നും പ്രസിദ്ധീകരിക്കാൻ സുമനസുകളുടെ സഹായം വേണമെന്നും വത്സരാജ് പറഞ്ഞു. അന്ന് ചടങ്ങിൽ പങ്കെടുത്ത മുൻ KPCC സെക്രട്ടറി ഐ മൂസ പ്രകാശനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയായിരുന്നു. ഏട്ടൻ്റെ എഴുത്തിനെ കുറിച്ച് ചെറിയ അറിവാദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം എഴുതിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം പേഴ്സണൽ ബിലോങ്ങിങ്സൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണ് ഒരു കൂട്ടം എഴുത്തുകൾ കാണുന്നത്. അതിൽ 987 മുതൽ ഇങ്ങോട്ട് എഴുതിയ കവിതകൾ ആണ് കണ്ടത് ഞാൻ. അപ്പോൾ അതെല്ലാം എടുത്തൊരാവർത്തി ഞാൻ വായിച്ചപ്പോൾ അതെന്തായാലും പുറലോകം കാണേണ്ടതാണെന്നുള്ളൊരാഗ്രഹം മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു.
എടച്ചേരിയിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുസ്തകം പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ PK പാറക്കടവ് ഏറ്റുവാങ്ങി. 2021 ഓഗസ്റ്റ് 24-നാണ് സോമൻ കോവിഡ് ബാധിച്ച് മരിച്ചത്. ന്യൂസ് 18 വടകര. അജ്മാൽ നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അവസരം നേടിയിരിക്കുകയാണ് കോഴിക്കോട് ചാത്തമംഗലം ദയാപുരം സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നുഹ അൻവർ, നിവേദ് PK, 9ാം ക്ലാസ് വിദ്യാർത്ഥി അസ്ര നബീൽ എന്നിവരാണ് രാജ്യാന്തര ഡിജിറ്റൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25-ന് അജ്മാനിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് ടെക് എക്സ്പോയിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുകയാണ് ഇവർ. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്കാണ് അവസരം ലഭിച്ചത്. ഫ്രൂട്ട് സോർട്ടിംഗ് മെഷീനുമായാണ് അസ്ര നബീൽ രാജ്യാന്തര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കുക. നൂഹ അൻവർ ടെക്ടോക്ക് ഇനത്തിലും നിവേദ് PK ഗെയിംസിലുമാണ് മത്സരിക്കുക. ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന ഞങ്ങളൊക്കെ തലമുറ അതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കുന്നവരാണ്, അതിൻ്റെ ഉൽപ്പാദകരല്ല. അപ്പം തീർച്ചയായും നമ്മുടെ കുട്ടികൾക്ക് ഈ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ ക്രിയാത്മകമായി അവർക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് വിൽപ്പത്തി ഉണ്ടാവും. അവർ ഉൽപ്പാദകരുടെ ഗണത്തിലേക്ക് മാറും, ആസ്വാദകന്മാരുടെ തലത്തിൽ നിന്ന് എന്നുള്ളത് വളരെ പ്രധാനമായി ഞാൻ കാണുന്നു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയറാണ് ദയാപുരം സ്കൂളിലെ IT പദ്ധതിയുടെ പ്രയോക്താക്കൾ. LKG മുതൽ +2 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ച വർക്കിംഗ് മോഡലുകൾ, റോബോട്ടിക്സ്, IoT, വെബ്സൈറ്റുകൾ, അനിമേഷനുകൾ, ഗെയിം, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവയുടെ പ്രദർശനവും മത്സരങ്ങളും ഉൾക്കൊള്ളിച്ച ഡിജിറ്റൽ ഫെസ്റ്റ് കഴിഞ്ഞ 6 വർഷമായി നടത്തിവരുന്നുണ്ട്. തീർച്ചയായിട്ടും ദയാപുരത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അവസരമാണ് കൈവന്നിരിക്കുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയാനുള്ളൊരു അവസരം കൂടിയാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡൻസ് ടെക് എക്സ്പോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ഇപ്പോൾ പച്ച തക്കാളി പഴുത്ത തക്കാളി എന്ന് വേർതിരിക്കുന്ന ഒരു മെഷീനായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ അതിൽ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റാസ്ബെറി പൈ, പൈത്തൺ കോഡിംഗ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. സൈബർ സ്ക്വയർ ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ വന്നത്. അവർക്ക് എൻ്റെ പ്രോഗ്രാം, എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഇൻ്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിന് എൻ്റെ പാരൻസും ടീച്ചേഴ്സും ഒരുപാട് അധികം സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അജ്മാനിലെ ഹാബിറ്ററ്റ് സ്കൂൾസാണ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ആതിഥേയർ. ടെക്ടോക്ക് AI, റോബോട്ടിക്സ്, IoT വെബ്സൈറ്റ്, വെബ്, മൊബൈൽ ആപ്പ്, ഗെയിംസ്, പ്രോഗ്രാമിംഗ് എന്നിങ്ങനെ ഇനങ്ങളിൽ 2 കാറ്റഗറിയിലായാണ് മത്സരം. വിവിധ രാജ്യങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കും. ന്യൂസ് 18 മുക്കം. ഇടുക്കി രാജമുടിയിൽ പ്രവർത്തിച്ചിരുന്ന കൈത്തറി നെയ്ത്ത് യൂണിറ്റിന്റെ കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും നശിക്കുന്നു. ഖാദി ഗ്രാമവ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന കൈത്തറി നെയ്ത്ത് യൂണിറ്റിന്റെ വസ്തുവകകൾ സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആക്ഷേപം. 3.5 പതിറ്റാണ്ട് മുൻപ് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഇടുക്കി രാജമുടി കൈത്തറി നെയ്ത്ത് യൂണിറ്റാണിത്. ഒരു കാലത്ത് 30ഓളം പേർക്ക് സ്ഥിരം തൊഴിൽ നൽകിയിരുന്ന ഇടം. സ്വന്തമായി കെട്ടിടവും നെയ്ത്തിനാവശ്യമായ തറികളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ഖാദി ഗ്രാമ വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളോളം നല്ല നിലയിൽ പ്രവർത്തിച്ച യൂണിറ്റ് പിന്നീട് മാനേജ്മെന്റിന്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രം അടച്ചുപൂട്ടുകയായിരുന്നു. ഏതാണ്ട് 35 വർഷങ്ങൾക്ക് മുൻപ് ഖാദി ബോർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് സ്വയം തൊഴിലല്ല, ഈ ഗ്രാമീണ തൊഴിൽ മേഖല വർദ്ധിപ്പിക്കുന്നതിനുള്ള ഭാഗമായിട്ട് തുടങ്ങിയൊരു ബിൽഡിങ്ങായിരുന്നു. ഇതിനകത്ത് കൈത്തറി വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇത് സെൻറ്റിന് ലക്ഷങ്ങളുടെ മുകളിൽ വിലയുള്ളൊരു ഭൂമിയാണ്. അത് ഇത്രയും നല്ലൊരു ബിൽഡിങ് നമുക്കറിയാം. ഇത് ആർക്കും ഉപകാരമില്ലാതെ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധർക്കും ക്ഷുദ്രജീവികൾക്കും ഒരു ഒളിത്താവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വസ്തുവായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നുള്ളൂ. ഇത് ഒരു വാടകയ്ക്ക് ആർക്കെങ്കിലും താമസക്കാർക്കോ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താലും നല്ലൊരു വരുമാനം സർക്കാരിലേക്ക് ഉണ്ടാവും. ഇതൊക്കെ എൻ്റേതാണെന്ന് ഓരോ മനുഷ്യനും ഓരോ പൗരനും എന്ന് ചിന്തിക്കുന്നോ അന്നേ ഇതിനൊക്കെ ഒരു മാറ്റം വരുള്ളൂ. ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. ഖാദി ബോർഡും ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതായതോടെ കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള കെട്ടിടവും അനുബന്ധ ഉപകരണങ്ങളും ചിതലരിച്ചും പൊടിപിടിച്ചും നശിക്കുകയാണ്. സ്വന്തമായി കെട്ടിടമില്ലാതെ നിരവധി സ്ഥാപനങ്ങൾ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള കെട്ടിടം അധികൃതരുടെ അനാസ്ഥ മൂലം നശിക്കുന്നത്.
ഖാദി ഗ്രാമ വ്യവസായ വകുപ്പ് വിഷയത്തിൽ ഇടപെടണമെന്നും രാജമുടി കൈത്തറി നെയ്ത്ത് സംഘത്തിന്റെ വസ്തുക്കൾ സംരക്ഷിക്കണമെന്നും കെട്ടിടം സംരംഭങ്ങൾക്കായി ഉപയോഗിക്കണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇനി അറിയിപ്പുകൾ നോക്കാം. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത BDS, BSc നഴ്സിംഗും MPHും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ആയുർവേദവും MPHും. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, മാർക്ക് ലിസ്റ്റ്, വയസ്സ്, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി പകർപ്പുകൾ സഹിതം ജനുവരി 30 വൈകിട്ട് 3 മുൻപായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ജനുവരി 1 40 വയസ്സാണ് പ്രായപരിധി. ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. കായംകുളം കൃഷ്ണപുരം പഞ്ചായത്ത് വെറ്റിനറി ഹോസ്പിറ്റൽ മുഖേന ജനകീയാസൂത്രണം 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ആടുവളർത്തൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6-8 മാസം പ്രായമുള്ള പെണ്ണാട്ടിൻ കുട്ടികളെയാണ് നൽകുന്നത്. ഈ മാസം 28 മുൻപ് അപേക്ഷ കൃഷ്ണപുരം വെറ്റിനറി ഹോസ്പിറ്റലിൽ നൽകണം. തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്കിലെ കൃഷി ദർശൻ പരിപാടി ജനുവരി 24 മുതൽ 28 വരെ നടക്കും. കല്ലിങ്കൽ ജംഗ്ഷനിൽ വെച്ചാണ് പരിപാടി. കാർഷിക പ്രദർശനം, അദാലത്ത്, കൃഷിയിട സന്ദർശനം, സെമിനാറുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. കേരള കടാശ്വാസ കമ്മീഷൻ മുഖേന കാർഷിക വായ്പകൾക്ക് നൽകുന്ന ആനുകൂല്യത്തിനായി കർഷകർക്ക് ജൂൺ 30 വരെ അപേക്ഷിക്കാം. നിലവിൽ 2 ലക്ഷം രൂപയാണ് കടാശ്വാസമായി അനുവദിക്കുന്നത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.